തൃശ്ശൂർ പൂരത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ബോധപൂർവം ശ്രദ്ധ തിരിച്ചുവിടാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. അവിടെ ദേവസ്വത്തിൻ്റെ പേരിലേക്ക്, തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പേരിലേക്കാണ് ചില ആളുകളിപ്പോൾ സംശയത്തിൻ്റെ കുന്തമുന നീക്കി വച്ചിരിക്കുന്നത്. അത് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു പ്രകോപനപരമായിട്ടുള്ള നീക്കമാണ്. ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിന് ശരിയായി പരിശോധിച്ച് കണ്ടുപിടിച്ച് ജനങ്ങളോട് തുറന്നു പറയാവുന്നതാണ്. അതിൻ്റെ മറവിൽ ഉയർന്നു വന്നിട്ടുള്ള ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ, ആ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത്. ADGPക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയാണ് അതിന് മറുപടി പറയേണ്ടത്. പക്ഷേ തിരുവമ്പാടി ദേവസ്വം തൃശ്ശൂർ പൂരം അലങ്കോലപ്പാക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള നിലപാടുമായിട്ട് വരുന്നത് അങ്ങേറ്റം പ്രകോപനപരമാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ആദ്യഘട്ടത്തിൽ BJPയും അതുപോലെ തന്നെ RSSും തൃശ്ശൂർ പൂരം അട്ടിമറിക്കാൻ ശ്രമിച്ചു. സുരേഷ് ഗോപി സേവാഭാരത് ആംബുലൻസ് എന്നൊക്കെയായിരുന്നു ആരോപണം. അപ്പോൾ അവസാനമായിട്ട് DGP പറയുന്നത് ADGP അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ മൊത്തം അവസാന നിമിഷം മാറ്റി, അത് പറഞ്ഞില്ല. SPയും പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരും തീരുമാനിച്ച കാര്യങ്ങളെ അവഗണിച്ചു. അവസാനം പ്രശ്നമുണ്ടായപ്പോൾ ADGP വന്നില്ല എന്നൊക്കെയാണ്. അല്ല, ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം. ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് തൃശ്ശൂരിലെ ജനങ്ങൾ അകമഴിഞ്ഞ് അദ്ദേഹത്തെ പിന്തുണച്ചതുകൊണ്ടാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം ജയിച്ചത്. ആ വിജയത്തിൻ്റെ ശോഭ കെടുത്താനാണ് പൂരം അട്ടിമറിച്ച് ജയിച്ചു എന്നൊക്കെയുള്ള ആരോപണവുമായിട്ട് UDFും പ്രതിപക്ഷവും വരുന്നത്. K. മുരളീധരൻ തന്നെ അത് അംഗീകരിക്കുന്നില്ല. കോൺഗ്രസിൻ്റെ ദൗർബല്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് എന്നാണ് മുരളീധരൻ പറയുന്നത്. അതുകൊണ്ട് പൂരത്തിൻ്റെ വിഷയവും സുരേഷ് ഗോപിയുടെ വിജയവുമായിട്ട് ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. സുരേഷ് ഗോപി ജനഹൃദയത്തിൽ സ്വാധീനമുറപ്പിച്ചുകൊണ്ടാണ് അവിടെ വിജയിച്ചത്. BJPയും സുരേഷ് ഗോപിയും യഥാർത്ഥത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. അല്ലാതെ ഇത്തരത്തിലുള്ള യാതൊരു പരിപാടിക്കും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾക്കതിൻ്റെ ആവശ്യവും തൃശ്ശൂരിലുണ്ടായിരുന്നില്ല. BJPയുടെ വിജയത്തിൻ്റെ മാറ്റ് കുറയ്ക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള നീക്കമാണ് ഇവിടെ നടക്കുന്നത്. ADGPയും DGPയും തമ്മിൽ തർക്കമുണ്ടെങ്കിൽ അത് BJPയുടെ തലയിലിടണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ADGPയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി RSS നേതാക്കളുടെ അടക്കമൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നതാണ് കേട്ടത്. RSS നേതാക്കളുടെ എന്ത് മൊഴി രേഖപ്പെടുത്താനാണ്? RSS നേതാക്കളെ കാണാൻ ഓരോ ദിവസവും നൂറുകണക്കിന് ആൾക്കാർ വരുന്നുണ്ട്. ഇതൊക്കെ വെറുതെ പ്രചാരണങ്ങൾ മാത്രമാണ്. എന്ത് ഗൂഢാലോചനയെക്കുറിച്ചാണ്? 2023 ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമ്പം തന്നെ ആളുകൾ കളിയാക്കുകയാണ്. 2023 ADGP RSSൻ്റെ നേതാവിനെ കണ്ടത്. പൂരം പ്രശ്നമുണ്ടായത് 2024 ഏപ്രിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നട്ടാൽ മുളയ്ക്കാത്ത നുണകളുമായിട്ട് വരുന്ന ആളുകൾ തൃശ്ശൂരിലെ BJP വിജയത്തിൻ്റെ ശോഭ കെടുത്താനാണ്. കോൺഗ്രസിൻ്റെ പരാജയം അതിന് കാരണം CPM ആണെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമാണ്. അവിടെ കോൺഗ്രസ് ദയനീയമായി 3ാം സ്ഥാനത്ത് പോയതാണ്. പിന്നെയും അടിസ്ഥാനരഹിതമായ വാദങ്ങളാണ് അവരുന്നയിക്കുന്നത്. ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നമുണ്ട്. CPMലെ ഒരു MLA, കൊല്ലത്ത് നിന്നുള്ള MLA ബലാത്സംഗ കേസിൽ പ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തെ രാജിവെപ്പിക്കാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. മുകേഷ് അടിയന്തരമായി രാജിവെച്ച് ജനവിധി തേടുകയാണ് വേണ്ടത്. അവിടെ മുകേഷിന് MLA ആയിരിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല. അദ്ദേഹം സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളെ നിയമസഭാ സാമാജികനായി വെച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പിണറായി വിജയൻ വ്യക്തമാക്കണം. പിണറായി വിജയൻ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും എപ്പോഴും സംസാരിക്കുന്ന ആളാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ കൊണ്ടുവന്നത് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്താനാണെന്നാണ്. പക്ഷേ സ്വന്തം MLA ബലാത്സംഗ കേസിൽ പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കാത്തത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടാത്തത്? ഇതാണ് മൗലികമായ ചോദ്യം. അന്വേഷിച്ചോട്ടെ, എന്താണ്? അല്ല, അന്വേഷിക്കണം. എന്താണ് അന്വേഷിക്കാനുള്ളത്? RSSനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല. RSSൻ്റെ നേതാക്കന്മാരെ നിരവധി ഉദ്യോഗസ്ഥന്മാരും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം സന്ദർശിക്കാറുണ്ട്. അന്വേഷണവുമായി സഹകരിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ്. BJP ഇതിൽ കക്ഷിയല്ല. അതുകൊണ്ട് ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല.
ഇപ്പം സിദ്ദിഖിനെ തേടിയിട്ട് പോലീസ് പല വഴികളിൽ സഞ്ചരിക്കും. സിദ്ദിഖ് എവിടെ ഉണ്ടെന്ന് പോലീസിന് നന്നായിട്ട് അറിയാമല്ലോ. ഇതൊക്കെ നാടകമല്ലെന്ന്. സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം തേടാൻ വേണ്ടിയിട്ടുള്ള അവസരം പോലീസ് ഒരുക്കി കൊടുക്കുകയാണ്. ഒരു പ്രസിദ്ധനായിട്ടുള്ള വളരെ അധികം അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര താരത്തിന് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് പിടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം മാത്രമാണ്. സിദ്ദിഖ് കൊച്ചിയിലുണ്ടോ, സിദ്ദിഖ് ഊട്ടിയിലുണ്ടോ, ഇതൊക്കെ പോലീസിനറിയാം. പോലീസ് ഇതെല്ലാം മറച്ചു വെക്കുകയാണ്. എന്നിട്ട് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാദോരാതി സംസാരിക്കുക.